അടുത്തതായി ചിന്മയ വിദ്യാലയ കുന്നുംപുറം. നിങ്ങളുടെ ഊഴമാണ്. റെഡിയല്ലേ? റെഡിയാണല്ലോ. ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ 90 സെക്കൻഡ് ഇതാ ആരംഭിക്കുന്നു. ആരാണ് ഭീഷ്മരെ അമ്പെയ്ത് വീഴ്ത്തിയത്? ശിഖണ്ഡി. ശരി ഉത്തരം. യോഗികൾക്കും കർമ്മികൾക്കും മരണാനന്തരം പോകുന്ന മാർഗങ്ങൾ ഏതെല്ലാമാണ്? ദേവയാന മാർഗവും. ഒന്നും കൂടി, രണ്ടാമത്തത്. ഓക്കെ, പകുതി ശരി. ഭഗവാന് എത്ര പ്രകൃതികളുണ്ട്? 2. ശരി ഉത്തരം. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നിവ എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങൾ. തെറ്റുത്തരം. അർജുനന്റെ സാരഥി ആര്? കൃഷ്ണൻ. ശരി ഉത്തരം. കർമ്മസിദ്ധിക്ക് എത്ര കാരണങ്ങളുണ്ട്? 3. തെറ്റുത്തരം. ക്ഷേത്രജ്ഞൻ ആരാണ്? ആത്മാവ്. കറക്റ്റ് ചെയ്യാമോ? 50 സെക്കൻഡ്സ് ബാക്കി. ഓക്കെ, സ്കിപ്പ്. ജ്ഞാന കർമ്മ സന്യാസ യോഗം ഭഗവാൻ ആർക്കാണ് ആദ്യം ഉപദേശിച്ചത്? സൂര്യൻ. ശരി ഉത്തരം. ഭീമന്റെ ശംഖിന്റെ പേര്? പൗണ്ട്രം. ശരി ഉത്തരം. അർജുനന്റെ വില്ലിന്റെ പേര്? ഗാണ്ഡീവം. ശരി ഉത്തരം. സൗഭദ്രശ്ച മഹാബാഹു ആരാണ് സൗഭദ്രൻ? 28 സെക്കൻഡ്സ്. അഭിമന്യു. ശരി ഉത്തരം. യുദ്ധത്തിൽ പാണ്ഡവന്മാർക്ക് എത്ര അക്ഷൗണികളാണ് ഉണ്ടായിരുന്നത്? 7. ശരി ഉത്തരം. ഋഷികേശൻ എന്ന പദത്തിന്റെ അർത്ഥം? 15 സെക്കൻഡ്സ്. ഋഷികേശൻ എന്ന പദത്തിന്റെ അർത്ഥം സ്കിപ്പ്. ഓക്കെ. വിഷീദമന്ദിതം അബ്രവീത് ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആര്? അർജുനൻ. ശരി ഉത്തരം. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18. ശരി ഉത്തരം. കഴിഞ്ഞു. 15 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. ഒരു ചോദ്യം പകുതിയാണ് പറഞ്ഞത്. ബാക്കി ആർക്കെങ്കിലും പൂരിപ്പിക്കാമോ? യോഗികളും കർമ്മികളും മരണാനന്തരം പോകുന്ന മാർഗങ്ങൾ ഏതെല്ലാമാണ്? ദേവയാനവും പിതൃയാനവും. ശരി ഉത്തരം. പകുതി ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ 10 മാർക്ക് തരാൻ സാധിക്കില്ല. ഓക്കെ, സോ യു മിസ് ദാറ്റ്. അപ്പം അതും തെറ്റുത്തരമായി തന്നെയായിരിക്കും വരിക. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നിവ എന്താണ്? കർമ്മേന്ദ്രിയങ്ങൾ. ശരി ഉത്തരം. അർജുനന്റെ സാരഥി കൃഷ്ണൻ. കർമ്മസിദ്ധിക്ക് എത്ര കാരണങ്ങളുണ്ട്? കർമ്മസിദ്ധിക്ക് എത്ര കാരണങ്ങളുണ്ട്? 6. 6. ഇനിയിപ്പോ ലേലം വിളിക്കാം. ബാക്കി 2. ഇനി ബാക്കി ആരും 5 പറയുന്നില്ലല്ലോ. 5. ഓക്കെ. ഓക്കെ, പിന്നെ മിസ് ചെയ്തത് ഋഷികേശൻ എന്ന പദത്തിന്റെ അർത്ഥം? ഋഷിയെ വധിച്ചവൻ. ഋഷികേശൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ അധിപതി. ഓക്കെ, അതാണ് അതിന്റെ ശരി ഉത്തരം. അങ്ങനെ ഇവിടെ 15 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് 5 ഉത്തരങ്ങളാണ് തെറ്റിയത്. അങ്ങനെ നിങ്ങൾക്ക് 100 മാർക്ക് ലഭിക്കുന്നു. അടുത്തതായി കൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ നെടുമങ്ങാട്. നിങ്ങളുടെ അവസരമാണ്. അപ്പോൾ ക്ലോക്ക് ആരംഭിക്കാം. 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. ധർമ്മം എവിടെയുണ്ടോ അവിടെ ഡാഷ് ഉണ്ടാകും. ഭഗവാൻ. തെറ്റുത്തരം. ഇരുട്ടിന്റെ മാർഗം ഏതാണ്? ദക്ഷിണായനം. തെറ്റ്. ഭഗവാന്റെ 2 പ്രകൃതികൾ ഏതെല്ലാം? സത്വഗുണം, തമോ ഗുണം. ഭഗവാന്റെ 2 പ്രകൃതികൾ ഏതെല്ലാം? അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 65 സെക്കൻഡ്. സ്കിപ്പ്. ജ്ഞാനേന്ദ്രിയങ്ങൾ എത്ര? മൈക്ക്. 5. ശരി ഉത്തരം. യുദ്ധം ചെയ്ത് മരിക്കുന്നവന് എന്താണ് സിദ്ധിക്കുക? വീരസ്വർഗം. ശരി ഉത്തരം. കർമ്മത്തിന് പ്രേരണ നൽകുന്ന ഘടകങ്ങൾ എത്ര? 5. തെറ്റുത്തരം. ശരീരത്തിന് എത്ര തത്വങ്ങളുണ്ട്? 40. തെറ്റുത്തരം. ദുഃഖങ്ങളിൽ ക്ഷോഭമോ സുഖങ്ങളിൽ ആഗ്രഹമോ ഇല്ലാത്തവൻ ആരാണ്? കൃഷ്ണാബോധം സിദ്ധിച്ചവൻ. അതിന് വേറൊരു പേരായിട്ട് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. സ്ഥിതപ്രജ്ഞൻ. ശരി ഉത്തരം. മാമകഹ. ആദ്യത്തെ ശ്ലോകത്തിൽ മാമകഹ എന്ന പദം കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എന്റെ മക്കൾ, അതായത് ധൃതരാഷ്ട്രരുടെ മക്കൾ. അപ്പൊ ആരാണ്? കൗരവർ. ശരി ഉത്തരം. ലക്ഷ്മിപദേ എന്ന അർത്ഥത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനെ എന്താണ് വിളിക്കുന്നത്? 8 സെക്കൻഡ്സ് ബാക്കി. പാർത്ഥ. ലക്ഷ്മിപദേ എന്ന അർത്ഥത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനെ എന്താണ് വിളിക്കുന്നത്? സ്കിപ്പ്. ഓക്കെ, സ്കിപ്പ് ചെയ്യുന്നു. ഇല്ല, ഭഗവത്ഗീത. സമയമില്ല, കഴിഞ്ഞു. ടൈം. സ്കിപ്പ് ചെയ്യാനുള്ളത് വേഗം സ്കിപ്പ് ചെയ്യായിരുന്നു. എന്നാ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാനുള്ള അവസരം. 10 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് 4 ശരി ഉത്തരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. 40 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തെറ്റായ ഉത്തരങ്ങളോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോകാം. ധർമ്മം എവിടെയുണ്ടോ അവിടെ ഡാഷ് ഉണ്ടാകും. ജയം.
ജയം എന്നാണ് ശരി ഉത്തരം. ഇവിടെ എപ്പോഴും പറയുന്ന യഥോ ധർമ്മസ്തോ ജയ എന്നുള്ള ആ ഒരു ശ്ലോകം തന്നെയാണത്. ഇരുട്ടിന്റെ മാർഗം ഏത്? പിതൃയാനം. പിതൃയാൻ. ശരി ഉത്തരം. ഭഗവാന്റെ 2 പ്രകൃതികൾ ഏതല്ല? പരപ്രകൃതി, അപരപ്രകൃതി. ശരി ഉത്തരം. കർമ്മത്തിന് പ്രേരണ നൽകുന്ന ഘടകങ്ങൾ എത്ര? 3. ഓക്കെ, 3 ശരി ഉത്തരം. ശരീരത്തിന് എത്ര തത്വങ്ങളുണ്ട്? 7. 24. 24. ഉദ്ധവാണ് ശരിയായ ഉത്തരം പറഞ്ഞത്. ലക്ഷ്മിപതേ എന്ന അർത്ഥത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനെ എന്താണ് വിളിക്കുന്നത്? മധുസൂദന. ലക്ഷ്മിപതേ എന്ന അർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ വിളിക്കുന്നത് ശ്രീപതേ എന്നാണ്. ശ്രീപതേ എന്ന് വിളിക്കുന്നതാണ് ലക്ഷ്മിപതേ എന്ന അർത്ഥത്തിന്. എന്തായാലും നല്ല ഒരു രസകരമായ ഒരു റൗണ്ട് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് 100 മാർക്ക്.